ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ നോട്ട്ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് പേജ് ഇതുപോലെ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ രണ്ടും ഇങ്ങനെ കീറിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഒപ്പം സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ മടക്കിയിട്ട് സെൻറ്റർ കൂടെ മടക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചും മടക്കുക. എന്നിട്ട് നന്നായിട്ട് അത് അമർത്തി കൊടുക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു കട്ട് ചെയ്യാൻ ലൈന് നേരെ കാണുള്ളൂ. എന്നിട്ട് അതുപോലെ കത്രിക എടുത്തിട്ട് സെൻറ്ററിൽ വെട്ടിക്കൊടുക്കുക. സെൻറ്ററിൽ നേരെ വെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ മിനി നോട്ട്ബുക്കാണ്. മിനി നോട്ട്ബുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഹോംവർക്കും സെമിനാറും അല്ലെങ്കിൽ അസൈൻമെൻറ്റും അങ്ങനെയുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് തരില്ലേ. അപ്പോൾ നമുക്ക് അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ട്ബുക്ക്. അതാകുമ്പോൾ നമുക്ക് മിനി നോട്ട്ബുക്ക് ആകുമ്പോൾ നമുക്കിതിൽ എഴുതിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാമല്ലോ. മറ്റേതാകുമ്പോൾ നമ്മൾ എടുത്ത് നോക്കില്ല, ഇത് നമ്മൾ കണ്ടിട്ടെങ്കിലും ഇങ്ങനെ എടുത്ത് നോക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിനി നോട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതുപോലെ ഒരു കളർ പേപ്പർ ഞാൻ അതിന് കവർ പേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ കവർ പേജ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പേപ്പർ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ അതുപോലെ സെൻറ്ററിൽ ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആവാൻ നോക്കണം. എന്നിട്ട് ഇതുപോലെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിനി നോട്ട്ബുക്ക് റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള പോലെ ഡിസൈനൊക്കെ ചെയ്യാം. പിന്നെ ഇതുപോലെ സൈഡിലൊക്കെ വരുന്ന പീസുകൾ നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ നോട്ട് റെഡി. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിൽ കുറേ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കവായി സ്റ്റിക്കർ എടുത്തിട്ട് അതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുണ്ടാകുന്ന കവായി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മിനി നോട്ട്ബുക്ക് നെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ അതിൽ വല്ല ഡ്രോയിങ്സൊക്കെ വരണ് കവർ പേജ് നല്ല ചന്തത്തിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് 4 സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് റെഡിയായി. ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയൊരു നോട്ട്ബുക്കാണ്. നമ്മുടെ ചാനലിലെ പേരൊക്കെ എഴുതിയിട്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്യുക.